സ്പിരിറ്റ് ലോഡ് എടുക്കാനായിട്ട് ബീഹാറിലെത്തിയ മൂന്നാമത്തെ ദിവസം സമയം രാവിലെ 5:12 ബീഹാറിലുള്ള മദ്യം ഉണ്ടാകുന്ന ഈ കമ്പനിക്കകത്തോട്ട് സ്പിരിറ്റ് ലോഡ് എടുക്കാനായിട്ട് നമ്മൾ കയറുന്നത്. ക്യാമറ ഉപയോഗിക്കാൻ പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ സ്പിരിറ്റ് ലോഡ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ എനിക്കധികം കഴിഞ്ഞില്ല. ലോഡ് എടുക്കുന്നതിന് മുമ്പായിട്ട് ലോറിയുടെ കാല് വെയിറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. വേബ്രിഡ്ജ് കിറ്റി കാലി ലോഡ് എടുത്ത ശേഷം നമ്മൾ നേരെ പോകുന്നത് എഥനോൾ അഥവാ സ്പിരിറ്റ് ലോഡ് ചെയ്യുന്ന സ്റ്റേഷൻ പോയിന്റിലോട്ടാണ്. ഈ ലോഡിംഗ് പോയിന്റിൽ നിന്നും ഒരേ സമയം 5 ലോറികൾക്ക് വരെ സ്പിരിറ്റ് ലോഡ് ചെയ്യാൻ കഴിയും. ലോഡിംഗ് നടക്കുന്നതിന്റെ പുറകിലായിട്ട് തന്നെ സ്പിരിറ്റ് സ്റ്റോറേജ് ചെയ്തിട്ടുള്ള 3 വലിയ കൂറ്റൻ ടാങ്കറുകൾ കാണാം. ഫുൾ ലോഡ് സ്പിരിറ്റ് കയറി ടാങ്ക് നിറയാനായിട്ട് 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ സമയമെടുത്തു. കുറഞ്ഞത് 30ഓളം ടാങ്കർ ലോറികൾ എഥനോൾ എടുക്കാനായിട്ട് അവിടെ വന്ന് കിടപ്പുണ്ട്. നമുക്ക് ലോഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ സമയം ഉച്ച കഴിഞ്ഞു. കിട്ടിയ ലോഡ് കൊണ്ട് കമ്പനിക്കകത്തുള്ള വേബ്രിഡ്ജിലോട്ടാണ് ഇനി പോകുന്നത്. ലോഡിന്റെ തൂക്കം എടുത്ത ശേഷം നേരെ ചെന്ന് പാർക്കിങ്ങിൽ കിടക്കണം. ബില്ല് കിട്ടാൻ ഇനി വൈകുന്നേരമാകും. വൈകുന്നേരമായപ്പോൾ ബില്ലിനോടൊപ്പം ഒരു ഇലക്ട്രോണിക് GPS ലോക്കും കൂടി കിട്ടി. ടാങ്കിന്റെ മാസ്റ്റർ വാൽവ് എന്ന ഡോറിലാണ് ഈ ലോക്ക് പിടിപ്പിച്ചിട്ടുള്ളത്. ഈ ലോക്ക് നമ്മൾ ബീഹാർ അതിർത്തി വരെ ഉപയോഗിക്കണം. അതിർത്തി എത്തിയാൽ അവിടെ ചെക്ക് പോസ്റ്റിൽ ഇത് ഊരി കൊടുക്കുകയും വേണം. ബീഹാറിൽ മദ്യനിരോധനം ഉള്ളതുകൊണ്ട് തന്നെ യാത്രാമധ്യേ ഈ ലോറിയിലുള്ള സ്പിരിറ്റ് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം ലോക്കുകൾ ഉപയോഗിക്കുന്നത്. കൂടാതെ ഈ ഫാക്ടറിയിൽ നിന്നും ബീഹാറിന്റെ അതിർത്തി വരെ നമുക്ക് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ എസ്കോർട്ടും ഉണ്ടായിരിക്കും. എസ്കോർട്ടോട് കൂടി മാത്രമേ നമ്മൾ ഫാക്ടറിയിൽ നിന്ന് പുറത്തോട്ട് പോകാൻ കഴിയുള്ളൂ. തൊട്ടടുത്ത ദിവസം വെളുപ്പിനാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ എത്തിയത്. വെളുപ്പിനെ 4:06 യാത്ര തുടങ്ങാനുള്ള അറിയിപ്പ് കിട്ടിയത്. എക്സൈസ് ഉദ്യോഗസ്ഥർ പുറത്ത് കാവലിന് വന്നിട്ടുണ്ട്. ഓരോരോ വാഹനങ്ങൾക്കും തനിത്തനിയായിട്ടല്ല എസ്കോർട്ട് നൽകുന്നത്. എല്ലാ വാഹനങ്ങളെയും ഒരുമിച്ചാണ് എസ്കോർട്ട് കൊടുത്ത് ബീഹാർ അതിർത്തി കടത്തിവിടുന്നത്. നമ്മുടെ ലോറി ഏറ്റവും അവസാനമാണ് കിടന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം ഫാക്ടറി വിട്ടത് നമ്മുടെ ലോറികളാണ്. പുറത്തിറങ്ങി യാത്ര തുടങ്ങി. പുറത്ത് 100 കണക്കിന് ലോറികളാണ് കിടക്കുന്നത്. എല്ലാം ഈ ഫാക്ടറിയിലോട്ട് ലോഡുമായിട്ട് വന്ന ലോറികളാണ്. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നാട്ടിലുള്ള 2-3 പേർ ലോറികളെല്ലാം തടയുന്നുണ്ടായിരുന്നു. നമ്മൾ ഫാക്ടറിന്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു പിരിവ് നടക്കുന്നുണ്ട്. തുണ്ടിന് വന്നാളിയ കേട്ടില്ല. നോടല്ലേ ആ തുണ്ടി ചെന്നല്ലേ പൈസ മുന്നോട്ടാണ്. അപ്പൊ നമുക്ക് 100 രൂപ അടിച്ചോളാം. 100 സ്ലിപ്പ് 200 കൊടുക്കും. അപ്പൊ